ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രൂത്ത് ഓർ ഡെയർ അല്ലെങ്കിൽ ക്യൂആൻഡ് എന്നും പറയാം. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇത്. ഈസിയാണ്, വലിയ മിക്കത് മാക്സിമം ട്രൂത്ത് സെലക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പണി വരുന്നത് എല്ലാവർക്കും ഈക്വലി ഒരേപോലെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഒരു ഫ്രണ്ട് നമുക്ക് അയച്ചു തന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിലില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഫസ്റ്റ് ചോദിക്കാൻ പോകുന്നത്. നമ്മുടെ ലൈവില് സ്റ്റാർട്ടിങ് പണിയല്ല, ഇറ്റ്സ് ട്രൂത്ത്. നമ്മൾ സത്യസന്ധമായിട്ട് പറയാ, ക്യാമറയ്ക്ക് മുന്നാടി സത്യം മാത്രമേ ബോധിക്കൂ. കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ, അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. സത്യം ഞാൻ പറഞ്ഞു പറഞ്ഞാ മതി. കോടതി മുമ്പാകെ സത്യം മാത്രമേ പറയൂ. ഞങ്ങൾ ബോധിപ്പിക്കും സത്യം സത്യം സത്യം. ഓക്കെ, അപ്പൊ തുടങ്ങാം, നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങിയാലോ. അപ്പൊ നമ്മള് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ നമ്മളെ ലൈവിലും നമുക്ക് വരുന്ന ഒരു ചോദ്യമാണ്, ആർ യു ഗൈസ് ഇൻ റിലേഷൻഷിപ്പ്? നിങ്ങൾ റിലേഷനിലാണോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലെ ബന്ധം എന്താണ് എന്നൊരു ചോദ്യം വരാറുണ്ട്. സത്യസന്ധമായിട്ട് പറ. അതെ, രക്ഷപ്പെട്ടത് അങ്ങനല്ല. അപ്പൊ ആ ഒരു സംഭവത്തിന് നിങ്ങൾക്ക് ഇത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനപ്പുറത്തോട്ട് നമ്മൾ ഇതിലുള്ളതാണ് വായിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ആൻസർ ആയിരിക്കും. അതായത് രണ്ടുപേരും ഒരേ ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ ഫൺ ഗെയിം. ഓക്കെ, അത്ര നമ്മൾ വെറുതെ എന്റർടൈൻമെന്റ്, നമ്മൾ കുറെ നാളായല്ലോ വീഡിയോസ് ഇട്ടു, അതുകൊണ്ട് ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് എടുത്തുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇഫ് യു കുഡ് ഇൻവിസിബിൾ ഫോർ എ ഡേ, വാട്ട്സ് ദ ഫസ്റ്റ് തിങ് യു വുഡ് ഡു? ഒരു ദിവസത്തേക്ക് ഇൻവിസിബിൾ ആവാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കാര്യം എന്തായിരിക്കും ചെയ്യാന്നുള്ളത്? എന്തായിരിക്കും ചെയ്യാം? രണ്ടുപേരും ഉണ്ട്. നീ ഫസ്റ്റ് പറഞ്ഞോ. ട്രൂത്ത് അല്ലെങ്കിൽ പറയാൻ താല്പര്യം ഡയർ എടുക്കാം. ബില്ലുടക്കണ്ടല്ലോ, ചെലവില്ലാത്ത പരിപാടിയല്ലേ. നേരെ വ്യൂറേജ് പോണ കുപ്പി ഒരു 5 എടുക്കണ്, വീട്ടിൽ നിന്ന് അടിക്കണ്, അത് കഴിയണ വരുന്ന അടിക്കണ്. എന്നിട്ട് വീണ്ടും ഒരു ദിവസത്തേക്ക് സമയം കിട്ടോ, വെക്കാം നമുക്ക് അടിക്കില്ലേ. ലേശം വെള്ളാവാം, ലേശം. ബീവറേജ് കാലിയാവണ ഒരു ദിവസത്തേക്ക് ഇൻവിസിബിൾ ആവാൻ പറ്റുള്ളൂ. ഞാൻ എന്തൊക്കെ എടുക്കാം ദൈവമേ. എനിക്ക് അങ്ങനെ ഫുള്ള് പറഞ്ഞിട്ട് കുറച്ച് ആവശ്യത്തിന് മാത്രം അത്യാഗ്രഹമില്ല, 5-6 കുപ്പി. പിന്നെ കുറച്ച് പേർക്ക് നല്ല സ്നേഹമുള്ള കുറച്ച് പേരുണ്ട്, അവരൊക്കെ ഒന്ന് പോയി കാണാൻ. ഒരെണ്ണം ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പം പറയാവുന്ന രണ്ടാമത്തെ കാര്യം പറയാവുന്നത്, ഭയങ്കര സ്നേഹമുള്ള കുറച്ചധികം ആൾക്കാരുണ്ട്. എല്ലാവരും ഇരുട്ടടി അടിക്കണ പോലെ ഇരുട്ടടിയില്ലല്ലോ, കാണില്ലല്ലോ, നമ്മളെ കണ്ണിലല്ലോ മൂത്തത് പോന്ന് നോക്കിയാലും. അതായിരിക്കും ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഹൂ ഇസ് യുവർ സീക്രട്ട് ക്രഷ്? അങ്ങനെ എനിക്കില്ല, ക്രഷ് ഇല്ല. ക്രഷ് ഒരു സീക്രട്ട് സീക്രട്ട് ക്രഷ് നിലവിലൊന്നുമില്ല. എല്ലാവർക്കും ഫ്രീഡം കൊടുത്തിട്ട്, എല്ലാവരും ഫ്രീ ആയിട്ട് ഭയങ്കര സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഫാമിലിയിലാണല്ലോ. അതെ, ഫ്രീഡം കൊടുത്തോട്ടെ. നിന്റെ പറയാ സത്യം, എന്റെ സീക്രട്ട് ക്രഷ് ഒന്നല്ല, അതെല്ലാവർക്കും അറിയാവുന്ന ക്രഷാണ്. എന്റെ ഇപ്പോഴത്തെ ഉണ്ണിമുന്നിന്റെ കഥകളെ പറ്റില്ല, നടക്കില്ല. മറ്റേ കളക്ടറുടെ സീസൺ കളക്ടറെ വിട്ടു ഞാൻ. അത് നമ്മൾ തമാശക്ക് പറഞ്ഞതല്ല. അല്ല, എനിക്ക് അങ്ങനെ സീക്രട്ട് ക്രഷ് എന്ന് പറയാനായിട്ട് ഓൾ ടൈം ഇറ്റ്സ് നോട്ട് എ സീക്രട്ട് ഉണ്ടാവും. എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ക്രഷ് എന്ന് പറയാനായിട്ട് 365 ഡേയ്സ് മൂവിയിലത്തെ ഒരു ആക്ടറാണ്. ഇംഗ്ലീഷ് മൂവിയിലത്തെ ഒരു ആക്ടർ. ഹീസ് മൈ ക്രഷ്, യൂണിവേഴ്സൽ ക്രഷ്. സെലിബ്രേറ്റ് പറ്റില്ല എന്ന് പറയുമ്പോ സെലിബ്രിറ്റി അല്ലാതെ വേറെ ക്രഷ് ഇല്ല എനിക്ക്. ഐ ഡോണ്ട് ഹാവ് എനി ക്രഷ്. അങ്ങനെ സെലിബ്രിറ്റി നോക്കുകയാണെങ്കിൽ എനിക്ക് ഐ ആം ദ ക്രഷ്. നയൻസിനെ ഭയങ്കര ഇഷ്ടമാണ്. അതല്ലേ ഭാഗ്യ ഇടക്കൂടെ ഞാൻ പറഞ്ഞത് കേട്ടില്ല. അല്ല, അതിനിടക്കൂടെ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലാന്ന്. അതാണ് രക്ഷപ്പെട്ടു ഞാൻ. ഇഫ് എ ജീനി ഗ്രാൻഡഡ് യു 3 wishes, what would you ask for and why? വൈ വേണമായിരുന്നു.
ആരാ? 3 വരം കിട്ടിയാണ് രസല്ലേ? ആ ഒരു ഭൂതം അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് നിങ്ങക്ക് 3 വിഷ് വേണം ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തായിരിക്കും പറയാ? 3 വിഷ്. 3 വിഷ്. ഞാൻ ആലോചിക്കട്ടെ. ഇതേപോലെ ഹാപ്പി ആയി ജീവിതം മുന്നോട്ട് പോവുക. ഒരു വിഷ്. പിന്നത്തെ വിഷ് എന്താ? ഞാൻ ഫസ്റ്റ് വിഷ് പറയും. ഫസ്റ്റ് വിഷ് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് എന്റെ ചാനലിൽ 1 മില്യൺ അടിക്കണം. എനിക്കതില്ലല്ലോ. ഒറ്റ ദിവസം കൊണ്ട് എന്റെ ചാനലിൽ 1 മില്യൺ അടിക്കണം ഗൈസ്. അതാണ് എന്റെ ഫസ്റ്റ് വിഷ്. നമ്മളിത് ട്രൂത്തോടായിരുന്നു കേട്ടോ. ഒന്നും ഡയർ എടുക്കണില്ലല്ലോ. ഓക്കെ, ഫസ്റ്റ് വിഷ് കഴിഞ്ഞു. സെക്കൻഡ് വിഷ് എന്ന് പറയുന്നത് സെക്കൻഡ് വിഷ് എന്ന് പറയുന്നത് മറ്റേതുപോലെ അത്രല്ല സീരിയസ് ആയിട്ട് സ്നേഹം കുറച്ച് പേരുണ്ട്. അതിൽ കാണാൻ പറ്റാത്ത ഞാൻ കാണുന്ന പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളുണ്ട്. ആളൊന്നും കാണാൻ പറ്റില്ല. ഞാനതാണ് പറയാൻ വിചാരിച്ചത്. എന്റെ ഒരു ഫ്രണ്ട്, എന്റെ മാളുവിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സൂയിസൈഡ് ചെയ്ത എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞാൻ അത് പറയാൻ വന്നു. ശരിക്കും ഞാൻ അത് പറയാൻ വന്നിട്ടുണ്ട്. കുറച്ചധികം വർഷം മുന്നേ എന്റെ ഒരു ഫ്രണ്ട് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവളെ കാണണം എന്ന് ആഗ്രഹമുണ്ട്. ബിക്കോസ് അവള് ഒരാഴ്ചത്തോളം ആശുപത്രിയിൽ കിടന്നിട്ടാണ് മരിച്ചത്. പക്ഷെ ആ ഒരാഴ്ച ടൈം ഞാൻ ചെറുതായിരുന്നു ആ സമയത്ത്. ചെറുത് മീൻസ് നോട്ട് ചെറുത്, അബൌട്ട് 18 ഇയേഴ്സ് ഓഫ് സംതിങ്. 18 വയസ്സ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ അവളുടെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് അവള് സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പൊ 18 വയസ്സുള്ള സമയത്ത് എനിക്ക് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വിടില്ല. പിന്നെ ആ മരിച്ച സമയത്തായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ എനിക്ക് കാണണമെന്നുണ്ട്. അപ്പൊ മൂന്നാമത്തെ വിഷ് എന്റെ ചിക്കു, മരിച്ചുപോയ ചിക്കുവിനെ എനിക്ക് കാണണം. ഇങ്ങനെ പെട്ടെന്നൊക്കെ വെച്ച് ഇങ്ങനത്തെ വിഷയൊക്കെ എനിക്ക് പറയാനായിട്ടുണ്ടോ? ആലോചിക്കാൻ ഒന്നിനൊരു കുറവുണ്ടായിരുന്നു ലൈഫിൽ. എല്ലാ കാര്യങ്ങളും വിചാരിക്കുമ്പോ നടക്കണം. ഓക്കെ, വിടാം, കുഴപ്പമില്ല. Where is the weirdest place you have ever gone to the bathroom? അത് കട്ടിയത് വേറെ ഇല്ല. നിനക്ക് പറയാനുണ്ടെങ്കിൽ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയത്. അപ്പൊ ഇതില് നീ ഉണ്ട്. പറ. നീ പറഞ്ഞോളാം. നീ പറയണം. പക്ഷെ ഞാൻ പറയാൻ ഇല്ലെങ്കിൽ ഡയർ എടുക്കണം. ഡയർ എടുത്ത് ഇതിനും വലിയാവും. ഇതിനും പണിയാവില്ല ഡയറിന്. ഇല്ല, ഈസി ടാസ്ക് തരാം ഞാൻ. ഈസി ടാസ്ക് തരാം. ഡാഡു ഭയം ഡയർ എടുക്കാം. ഡയർ എടുക്കാല്ലേ? അപ്പൊ ഞാൻ എന്താ പറയാ, വിയേർഡസ്റ്റ് അത്ര വിയേർഡസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ ലൈഫിൽ ആകെ ഒരു തവണ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. എന്നുവെച്ചാൽ ഞാനും കണ്ണനും കൂടെ ഒരു തവണ നൈറ്റ് കേട്ടോ, അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. ഞാനും കണ്ണനും ശ്രീജു എല്ലാവരും ഉണ്ട്. അപ്പൊ അവര് പോയി. ഞാനും കണ്ണനും മാത്രം തിരിച്ചറിഞ്ഞ സമയത്ത് ബീച്ചിൽ പോയി. ബീച്ചിൽ പോയപ്പോ അവിടെ ടോയ്ലറ്റ് പോകാനുള്ള സ്ഥലമൊന്നുമില്ല, ബാത്റൂമിൽ പോകാനുള്ള സ്ഥലമൊന്നുമില്ല. അപ്പൊ അവിടെ ഇങ്ങനെ പൊന്നാനി ബീച്ചിന്റെ സൈഡായിരുന്നു. അവിടെ ചിക്കു 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 ചിക്കുനെ അവള് തൊട്ടട്ട വന്നതാ. ഓക്കെ, അപ്പൊ അങ്ങനെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. രാത്രി ഭയങ്കര ലേറ്റ് നൈറ്റ് ആയിരുന്നു. ഒരു 2 മണി സമയമൊക്കെയായിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു ഷെഡ് പോലെ ഉണ്ട്. എനിക്ക് മൂത്രമൊഴിക്കാൻ പോകണം. എനിക്ക് മൂത്രമൊഴിക്കണം. എനിക്ക് മൂത്രമൊഴിക്കണം. പബ്ലിക് പ്ലേസ് ഒന്നുമല്ല. പബ്ലിക് പ്ലേസിൽ മൂത്രമൊഴിച്ച് 500 ശിക്ഷിക്കും. എന്താ വെള്ളം തോന്നുന്നു? എന്താ മൂത്രമൊഴിക്കണം. എനിക്ക് മൂത്രമൊഴിക്കണേ. അപ്പൊ കണ്ണെന്നും മോടി വേണ്ടേ വീട്ടിൽ. അവിടെ അത്ര കുറച്ച് ദൂരം ഉണ്ടേ. കൊറേ നേരം ഞാൻ പറയണ്ട. അവസാനം ആ ഷെഡിന്റെ സൈഡിലെല്ലാരും പോയിരുന്നു ഒഴിച്ച. നീ ഡയർ എടുത്തതാ, നീ പറഞ്ഞിട്ട് കാര്യമില്ല. ഡയർ ഓക്കെ ഗൈസ്. ഫസ്റ്റ് ഡയർ ഫസ്റ്റ് ഡയർ കണ്ണനെ വിളിക്കും. ഐ മീൻ സായിനെ വിളിക്കും. സായിനെ വിളിക്ക്. എന്റെ ബാലൻസ് നെറ്റ് കോൾ വിളിക്കാൻ പറ്റോ? വാട്സ്ആപ്പ് കോൾ ചെയ്യേ സായിനെ. സായിനെ വിളിച്ചിട്ട് ഞാനും ഒരു റിലേഷനിലാണെന്നോ അങ്ങനെ എന്തായാലും പറയാം. നിന്നോട് ഞാൻ പറഞ്ഞു രസമല്ലേ ഇതൊക്കെ? ഇതൊക്കെ രസമല്ലേ? വോയിസ് കോളിൽ തന്നിട്ടാ, വീഡിയോ കോളിൽ അവന് മനസ്സിലാവും. അല്ലെങ്കിൽ നിനക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണെന്നാലും പറ. അപ്പൊ വിശ്വസിക്കാൻ നോക്കാം. ഹെൽപ്പ് ചെയ്യാന്ന് പറ. എവിടെയാ? അയ്യോ, നല്ല സ്ഥലം വിളിക്കാൻ പറ്റിയത്. അത്
വീഡിയോ കോൾ തന്നെയാണ്. ഇപ്പൊ ഇറങ്ങ അതിൻ്റെ ഉള്ളിൽ ഒരു കാര്യം ഒന്ന് ചർച്ച ചെയ്യാനായിട്ടായിരുന്നു. വീഡിയോസ് ശരി, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചായിരുന്നടാ. അഭിപ്രായം പറഞ്ഞാ നീ അവിടുന്ന് വേറൊന്നും പറയരുത്, തെറിയൊന്നും പറയരുതെന്ന്. ഞാന് ദിവ്യയുടെ അടുത്ത് ഇഷ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിന്റെ അഭിപ്രായം? അവളുടെ അടുത്ത് ഇഷ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായം എന്തായിരിക്കും നിന്റെ? പ്രാങ്ക് അല്ലേ? എന്നാ പ്രാങ്ക് സീരിയസ് ആയി? ഞാൻ വീട്ടിലടാ കാര്യായിട്ട് വിശ്വാസമായിട്ട് നിനക്ക്? എന്തൊന്നും വിശ്വസിക്കാത്ത? ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചു. ഞാൻ അവളുടെ അടുത്ത് വേണ്ട മുന്നേ നീ ആയിട്ടുള്ള കമ്പനി ഉള്ളു. അപ്പൊ നിന്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചിട്ട് അവളുടെ അടുത്ത് ഞാൻ അപ്രോച്ച് ചെയ്യാൻ വെച്ചിട്ടായിരുന്നു. സത്യമായിട്ടും സായി ഉള്ള കാര്യടാ, പ്രാങ്ക് ഒന്നല്ല. ഇല്ലടാ, ഞാൻ വീട്ടിലാ സായി. നീ വേണേ വീഡിയോ കോൾ വിളിച്ചോ. ഞാൻ വീട്ടിലായിരിക്കണേ, എന്റെ വീട്ടിലാ. ഞാൻ എന്റെ വീട്ടിലാ. ഞാൻ ചോദിച്ചെന്നുള്ളത് നിന്റെ അടുത്ത്. നിന്റെ അഭിപ്രായം അറിയാൻ എന്താണ്? ശരി വിളിക്കും. ലാസ്റ്റത്തെ വിശ്വസിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ എന്നെ വിളിക്കായിരിക്കും. ഇപ്പൊ ഒന്നെങ്കിൽ ഇപ്പൊ എന്നെ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ ടോയ്ലറ്റിലാ. ഞാനൊന്ന് 2-3 വീഡിയോസ് കണ്ടു. ഇതൊക്കെ ഞാൻ ഇടുമ്പോ അവസ്ഥ എന്തിനാണ് ഇത് കട്ടിട്ടോട്ടാ? കാണായിരുന്നോ പാവം? എനിക്കറിയാം നീ അപ്പൊ ഇതിന്റെ വാട്ട്സ് ദ ലോങ്സ്റ്റ് യു ഹാവ് എവർ സ്ലെപ്റ്റ്? അതായത് ഏറ്റവും കൂടുതൽ സമയം ഉറങ്ങിയിട്ടുള്ളത്. ഞാനൊരു ദിവസത്തിൽ 20 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ 20 മണിക്കൂറൊന്നുമില്ല. ഞാൻ കിടന്ന് ഉറങ്ങിയിട്ട് കണ്ടിന്യൂസ്ലി അല്ലാട്ടാ, ലൈക് കണ്ടിന്യൂസ്ലി അല്ലടാ, ബ്രേക്ക് എടുത്തിട്ട്. ഞാൻ ഒരു തലേദിവസം വൈകിട്ട്, അതായത് ശനിയാഴ്ച വൈകിട്ട്, ഞായറാഴ്ച വൈകിട്ട് 6:30 അങ്ങോട്ട് കയറി കിടന്നത്. നെക്സ്റ്റ് ഡേ ഇവൻ വൈകിട്ട് 4 മണിക്ക് 5 മണിക്ക് അങ്ങോട്ട് എണീക്കുന്നത്. വിളിച്ചോണ്ടേ ഇരിക്കും. അവസാനം എന്റെ അനിയത്തി ഫോൺ എടുത്തിട്ട് അറിയാം അവൻ ഭയങ്കര ഉറക്കാ. പിന്നെ വിളിക്കുന്നൊക്കെ കുറെ നേരം വിളിച്ചോണ്ടേ ഇരിക്കാം ഞാൻ അവനെ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട്സ് ദ മോസ്റ്റ് എംബാരസിംഗ് തിങ് യു എവർ ഡിഡ് ഓൺ എ ഡേറ്റ്? അങ്ങനെ ഇപ്പൊ മോസ്റ്റ് എംബാരസിംഗ് ആയിട്ടുള്ള തിങ് ഒരു ഡേറ്റിൽ ചെയ്തിട്ടുള്ളത് എന്തായിരിക്കും? വാരി വലിച്ച് തിന്നതായിരിക്കും. വാരി വലിച്ച് തിന്നത്. ഇങ്ങനെ കാണിച്ചിട്ട് വിശക്കണെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞപ്പോ ഇവിടുന്ന് 50 രൂപ എടുത്ത് വന്നു. 15 രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു. ബാക്കി 35 രൂപയുടെ ഐറ്റംസ് ഞാൻ കയറ്റിക്കൊണ്ടിരിക്കുന്നു. നീ എന്തിനാ നിനക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോയത്? എവിടെയെങ്കിലും പോയി പണ്ടാറ. അപ്പൊ ഞാൻ എന്താ പറയാ, എനിക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല ഗൈസ്. വല്ല പുറത്തൊക്കെ പോകുമ്പോ ആരെങ്കിലും ഇരിക്കുന്നുണ്ട്. ഐ ആം നോട്ട് ദാറ്റ് ഷൈ ടൈപ്പ്. എനിക്ക് ഞാന് ഒരു പെൺകുട്ടിയുടെ പിന്നാലെ പോയപ്പോ അവള് വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് വേറൊരു വഴി, വണ്ടി കിടക്കാത്തൊരു വഴി കയറിപ്പോയി. അങ്ങനല്ല, നീ ഒരു ഡേറ്റിന് പോയപ്പോ, നീ ഇപ്പൊ ഒരു പെൺകുട്ടിനെ കൊണ്ട് ഡേറ്റിന് പോയി. അപ്പൊ ആ ഡേറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡേറ്റിൽ നിനക്ക് ഉണ്ടായിട്ടുള്ള ഒരു എംബാരസിംഗ് തിങ് ആ ഡേറ്റില്. ഞാനിപ്പോ ഇറ്റ്സ് നോട്ട് ആൻ എംബാരസിംഗ് തിങ് എന്ന് പറയാൻ, എനിക്ക് അങ്ങനെ എംബാരസിംഗ് ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് വാരി വലിച്ചൊക്കെ ഡേറ്റിന് പോയതല്ല, ഫസ്റ്റ് കാണാൻ പോയത് ഞാൻ അവിടെ. പിന്നാലെ എന്നെ കണ്ടപ്പോഴേ ബൈക്കുമ്പോഴാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നെ. അപ്പൊ ഞാൻ വരില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു വഴി കയറി പോയതാ. പിന്നെ ഞാൻ വഴി എടുത്തു പോയി കാണാനായിട്ട്. ഫസ്റ്റ് മീറ്റ് അങ്ങനെയാണ്. സ്റ്റോക്കിംഗ്. അടുത്തത് ഞാൻ കലക്കും. വാട്ട് സെലിബ്രിറ്റി ഡു യു തിങ്ക് യു മോസ്റ്റ് ലുക്ക് ലൈക്ക്?
ഈശോ നിനക്ക് ഇഷ്ടം പോലെയാണല്ലോ, എനിക്കൊന്നുമില്ല. പൂജ ഹെഗ്ഡെ എന്നൊക്കെ. എനിക്ക് സൗകര്യം ഇഷ്ടം, പിന്നെ തലാജിത്ത് അങ്ങനല്ല, നിന്നെ കാണാൻ കാണാല്ലേ? ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നല്ലത് പിടിക്കണല്ലോ. പലരും പലതും പറഞ്ഞിട്ടുണ്ട്. 11 പേര് ശ്രീഷ, മീര ജാസ്മിൻ, പൂജ ഹെഗ്ഡെ, അവര് ഇംഗ്ലീഷുകാരിലാ. അതാണ് കേട്ട സാധനം. മിയ ഖലീഫ എന്നും പറഞ്ഞത്. ഞാൻ തലയിലേക്ക് ഓക്കെ, അത്രേ ഉള്ളു. ഹൗ മെനി സെൽഫീസ് ഡു യു ടേക്ക് എ ഡേ? അങ്ങനെ റെഗുലർലി ഞങ്ങൾ അങ്ങനെ സെൽഫി എടുക്കുന്ന ആൾക്കാരൊന്നല്ല. നീയോ? എന്റെ ഫോണില് എന്റെ ഫോട്ടോ കുറവായിരിക്കും. What is the longest time you have ever gone without showering? അത് ഞാൻ പറയാം. നാട്ടിലാണെങ്കിൽ എവറി ഡേ 2 times അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 time എങ്കിലും കുളിക്കും. പക്ഷെ ഞാന് ന്യൂസിലൻഡ് പോയ സമയത്ത് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് നീ 2 ദിവസം കൂടി 3 നേരത്തെ കുളിക്കുന്ന 2 ദിവസം കുളിക്കുന്ന വിചാരിച്ച 2 ദിവസം ഞാൻ 2 ദിവസം കൂടി കുളിക്കാറുള്ളൂ എന്നൊക്കെ അത് 3 ആഴ്ച 3 ദിവസം പോടാ. അവിടെ പോയ സമയത്ത് ഞാൻ 2 ദിവസമൊക്കെ കുളിക്കാട്ടിരുന്നിട്ടുണ്ട്. ബിക്കോസ് അവിടെ സ്പെറ്റ് ആവില്ല അങ്ങനെ. അതുകൊണ്ട് 2 ദിവസം 2 ആഴ്ച വന്നിന്ന് ശവം. 3 നേരം കുളിക്കുന്നേ. ഫേവറേറ്റ്, വാട്ട്സ് യുവർ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് ഷോ? ചൈൽഡ്ഹുഡ് ഷോ അല്ല, ഇറ്റ്സ് കാർട്ടൂൺ. ടോം ആൻഡ് ജെറി. Yeah, Tom and Jerry, of course, my favorite. And Oswald. സായി വിളിക്കുന്നടാ, സായി വിളിക്കുന്നു. ഈ നമ്പർ കാണാല്ലേ, സായി വിളിക്കുന്നു. ഞാൻ എത്ര പറയുന്നേ എന്താ പറയാൻ നോക്ക്. സായി പറയുന്നേ. അല്ല, ഞാൻ പറഞ്ഞതിന്റെ അഭിപ്രായമാണ് എനിക്ക് അറിയേണ്ടത്. അല്ല, എനിക്ക് അതല്ല കേൾക്കണ്ടേ. എപ്പോ എങ്ങനെയൊക്കെ തോന്നി തുടങ്ങി എന്ന കഥ മൊക്കെ ചെയ്യണം, എന്നിട്ട് ഞാൻ പറയാം. അങ്ങനെ തോന്നി തുടങ്ങിയെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചു ദിവസം ആയിട്ട് തുടങ്ങിയിട്ടുള്ളൂ. എനിക്ക് മനസ്സിലായത് കുറച്ചു ദിവസമായിട്ടുള്ളടാ. കുറച്ചു ദിവസം? എന്നിട്ട് അപ്പൊ അതെങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന എനിക്ക് അറിയണ്ടായിരുന്നു. ഞാൻ നിന്നെ ഒന്ന് വിളിച്ചു ചോദിച്ചു. ഞാൻ നിനക്കാകുമ്പോ അവളൊന്നും തന്നെ പരിചയമുണ്ടല്ലോ. ഇപ്പോഴുള്ള കൂട്ട് നിങ്ങൾ കളയണോ? അതാണ് എനിക്ക് പേടി, കളയി പോവുന്നുള്ളത്. അവളുടെ മൈൻഡ് അവളുടെ സ്വഭാവം വെച്ചിട്ട് അടിച്ച് ജോലി ഞാൻ അടിച്ചു പിരിഞ്ഞുള്ള കൂടാവുന്നു. അല്ല ഇവിടെ ഞാൻ അതറിയാൻ വേണ്ടി വിളിച്ചതാടാ. നീ അവിടെയല്ലേ റൂമിലെത്തി? അപ്പൊ റൂമിലാ? ഞാൻ ഇതിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടി വിളിച്ചതാ. അപ്പൊ ഞാൻ നോക്കി വിളിക്കാനല്ല. നീ എന്താ ഞാൻ നോക്കട്ടെ, എന്താ ചെയ്യണ്ടേ നോക്കട്ടെ. ഞാൻ ബാക്കി പരിപാടി പ്ലാൻ ചെയ്ത് നോക്കട്ടെ. അല്ല, സംഭവം ചെറുതായിട്ടൊന്നും നിന്നെ എനിക്ക് ഇത് വന്നാടാ ട്രൂത്ത് ഡയർ. ഞാൻ അറിയാണ്ട് ഡയർ എടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞു സായിനെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു സായിനെ വിളിച്ചിട്ട് റിലേഷൻ ഡേയ്സ് പറയുന്ന എന്തെങ്കിലുമൊക്കെ പറയുന്ന റിലേഷൻ ബന്ധപ്പെട്ട് ഞാൻ അതിങ്ങനെ പറഞ്ഞു. വേണോ ചോദിച്ചപ്പോ പറയുന്നു. പക്ഷെ നീ വിശ്വസിച്ചില്ല എന്ന് പറയല്ല സായി. കുറച്ചേരത്തേക്ക് നീ വിശ്വസിച്ചില്ല എന്ന് പറയല്ലേ നോണയ്യ. കോടതി ട്രൂത്ത് ഓർ ഡെയർ വിളിക്കുമ്പോ നോണ പറയത്. ഡെയർ കിട്ടും നിനക്ക്. അടുത്തത് എനിക്ക് കിട്ടുന്ന പണി. വീട്ടിൽ അമ്മനെ വിളിക്കാം. അടുത്തത് സായിയുടെ അമ്മനെ വിളിച്ചിട്ട് അമ്മ എനിക്ക് ദിവ്യന് ഇഷ്ടാന്ന് പറയേ. ഇവിടെ അയ്യോ, ഞാനും പറഞ്ഞിട്ട് ഞാനും ചോദിച്ചു എന്തിനാണ് എന്നോട് ചീറ്റിക്കണേന്ന്. ഓക്കേടാ, ഞങ്ങള് വീഡിയോ എടുത്തേണ്ടാ. ലൈറ്റ് പോണു. ഇനി അടുത്ത ഡയറിലാണോ? അടുത്ത ഡയറിൽ കാണാട്ടോ. ഓക്കെ ബൈ. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നിർത്താം. ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിർത്താം. ഡു യു ഹാവ് എനി ഫോബിയാസ്? അതായത് നിനക്ക് എന്തെങ്കിലും
ഫോബിയാസ് മീൻസ് ലൈക്ക് എന്തിനെങ്കിലും ഭയങ്കരമായിട്ട് പേടി, ഹൈറ്റിനെ പേടി അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള സർഫസ്, വെള്ളത്തിനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഐ എം ക്ലോസ്ട്രോഫോബിക്. എനിക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അങ്ങനത്തെ ഒക്കെ പേടിയാണ്. എനിക്ക് ഹൈറ്റ് ഒരു പരിധി കഴിഞ്ഞ ഈ തെങ്ങിന്റെ ഹൈറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കേറുമ്പോ എനിക്ക് പേടിയാ. ഒരു ആ തെങ്ങിന്റെ ആക്ച്വലി ഇറ്റ്സ് നോട്ട് എന്താ പറയാ, അതിന് നമുക്ക് ഹൈറ്റിനെ പേടി അങ്ങനെ പറയാൻ പറ്റില്ല. ലിമിറ്റ് വരുമ്പോ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും. പിന്നെന്താ പേടിയില്ല. ചെറിയ ലിമിറ്റിൽ നിൽക്കുമ്പോ വരെ പേടി. ചെറിയ ലിമിറ്റില് പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ പേടിയാ. എത്ര ലിമിറ്റ് ആണെങ്കിലും തീ ചെറിയൊരു പേടിയുണ്ട്. അത് പന്തക്കുഴ കത്തിക്കില്ലല്ലോ. അത് ചെറിയൊരു ചെറിയൊരു ഓക്കെ ശരി. ഓക്കെ വിയർഡസ്റ്റ് തിങ് യു ഡു വെൻ യു ആർ അലോൺ. ഭയങ്കര വിയർഡ് ആയിട്ടുള്ള കാര്യം നീ പൊട്ട കാര്യമല്ല, ലൈക്ക് ചീത്ത അല്ലെങ്കിൽ മോശം എന്നും പറയാൻ പറ്റില്ല. വിയേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമാളിത്തരം എന്നും പറയാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യം. ഞാൻ വെച്ചാൽ ഞാൻ ഭയങ്കര ഡാൻസറാ തന്നെയാകുമ്പോ. ഓക്കെ എന്റെയും സൈഡും ഇവന്റും ടിക്ടോക്ക് റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് പറയാം. ഓൺ റിയാക്ഷൻ കമന്റ് ചെയ്ത് പറയാം, ഞങ്ങൾ ചെയ്യും. ടിക്ടോക്ക് റീൽസ് ഒക്കെ വിഷമൊക്കെ മാറി കിട്ടും. എല്ലാവരുടെ മാനസിക വിഷമങ്ങളും എന്റെ മാത്രല്ല എന്റെയും ഇവന്റെയും സൈഡൊക്കെ കണ്ട വേഗം മാറി കിട്ടും. അപ്പൊ അത് നമ്മൾ അതിന്റെ റിയാക്ഷൻ ഓൺ സെൽഫ് ട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് പറയാം. അപ്പൊ വിയർഡസ്റ്റ് തിങ് പറയാം. ഞാൻ ചെയ്യണം ഏറ്റവും വിയർഡസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ തന്നെ റൂമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യണ ഏറ്റവും വലിയ വിയർഡസ്റ്റ് തിങ് അമ്മ റിയലി എന്താ പറയാ, പാട്ട് ഉറക്ക വെച്ചിട്ട് ഞാൻ അതിനെ ഡബ് ചെയ്തിട്ട് ഞാൻ തന്നെ ഡാൻസ് ചെയ്യും, സ്റ്റൈലായിട്ട് ഡാൻസ് ചെയ്യും. ഫാഷൻ മോഡൽ. ഞാൻ രാത്രി പുലർച്ചയ്ക്ക് മിററിൽ നോക്കി ഡാൻസ് കളിക്കുന്നത് അത്ര പറഞ്ഞിരിക്കില്ല. காலேஜுக்கு வரும்போது இழுத்து போத்திட்டு வருதுங்க, ரூமுக்குள்ள இந்த ஆட்டம் ஆடுதுங்க. ஆடா பாவிகளா, பாவம் நம்ம பசங்க. சின்ன வயசுல வாங்கி கொடுத்த ட்ரெஸ் போல் இருக்கு. ഞാൻ മിററിൽ നോക്കിട്ട് ചിക്കു ഇങ്ങനെ നോക്കുന്നത് എന്ത് തേങ്ങ പുലർച്ചയ്ക്ക് അതെങ്ങനെയാണെന്നറിയോ? അതെന്താന്നറിയോ അച്ഛൻ ബിയോഡസ് ഞാൻ പറയാൻ കാരണം അതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാന് ഇപ്പൊ ഒരു ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളിപ്പോ എന്തെങ്കിലും എണീക്കൂലേ, അപ്പൊ എണീക്കണ സമയത്ത് ഞാൻ പുലർച്ചെ 2 മണി 3 മണി നേരത്തൊക്കെ ഇങ്ങനെ എണീക്കുന്നത്, ടോയ്ലറ്റ് പോയി വന്നിട്ട് അപ്പൊ രാത്രി എനിക്ക് എന്താ അറിഞ്ഞൂടാ, എന്റെ ഫേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രി കാണാൻ. ലൈക്ക് രാത്രി ഉറക്കം എണീറ്റ് കഴിഞ്ഞിട്ട് ഒരു ഫേസിൽ ഒരു ഗ്ലോ ഉണ്ടാവും. ആ ഒരു ഗ്ലോയിൽ എന്റെ ഫേസ് ആണ് എനിക്ക് ഇഷ്ടം. അപ്പൊ ഞാൻ മിററിൽ നോക്കി തന്നെ സംസാരിക്കും. മിററിൽ നോക്കി തന്നെ സംസാരിക്കും. മിററിൽ നോക്കി കാര്യമായിട്ട് പാട്ടൊക്കെ പാടും. പിന്നെ ഭയങ്കര ഇത് മിററിൽ നോക്കിട്ട് എന്റെ എക്സിന്റെ അടുത്ത് സംസാരിക്കും. പണ്ട് ഇതൊക്കെ ഭയങ്കര പണ്ട് മിററിൽ നോക്കി എന്റെ എക്സിന്റെ അടുത്ത് നോക്കി സംസാരിച്ചു ഞാൻ കരയടാ. എന്തൊരു സ്നേഹിച്ചതാണ് അങ്ങനെയൊക്കെ കണ്ടിട്ട് എപ്പോഴൊന്നുമല്ല, പണ്ട് അങ്ങ് ദൂരെ. That's the weirdest thing. Do you believe in soulmates? Not actually. അല്ലടാ, soulmates എന്ന് പറയുന്ന ഏറ്റവും ക്ലോസ് ആയിട്ട് അങ്ങനെ. Do you believe in soulmates? No, I don't. ഞാൻ ബിലീവ് ചെയ്തോണ്ടാണ് പെട്ടുപോയത്. അതെ, I don't believe in soulmates. Even if it is a friend or not. അത് ഫ്രണ്ട് ആയാലും റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോ റിലേറ്റീവ്സ് അങ്ങനെ ഒന്നിലും ഞാൻ സോൾമേറ്റ്സ് വിശ്വസിക്കുന്നില്ല. ബിക്കോസ് എല്ലാവരും ഒരു പോയിന്റ് കഴിഞ്ഞാൽ ദേ ആർ സെൽഫിഷ്, ഈവൻ മീ, എല്ലാവരും. അതുകൊണ്ട് തന്നെ ഐ ഡോണ്ട് ബിലീവ് ഇൻ സോൾമേറ്റ്സ് ആൻഡ് ഓൾ. ഒന്നും പറയാനില്ല, എനിക്ക് കുറെ പണി കിട്ടിയിട്ടില്ല. വാട്ട്സ് ദ ലോങ്സ്റ്റ് യു ഹാവ് എവർ ഗോൺ വിതൗട്ട് ലൈക്ക് ബ്രഷിംഗ് ഓർ യുവർ ടീത്ത്? ബ്രഷ് ചെയ്യണ്ട, ബ്രഷ് ചെയ്യാണ്ട് ലോങ്സ്റ്റ് 1 day മാക്സിമം. ഒരു ദിവസം ഒന്നും ഇരുന്നിട്ടൊന്നുമില്ല. ഞാൻ എന്റെ കാര്യം പറഞ്ഞേ, 1 day. ബിക്കോസ് എന്ന് വെച്ചാൽ നമ്മൾ എവിടെക്കെങ്കിലും ഒക്കെ പോയിട്ട് സ്റ്റേ ഒക്കെ ചെയ്യുമ്പോ ബ്രഷ് എടുക്കാൻ മറക്കൂലേ, അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഇരുന്നിട്ടില്ല. ഞാൻ കൈകൊണ്ട് ഞാൻ തയ്ക്കും. ബ്രഷ് യൂസ് ചെയ്യില്ല, കൈകൊണ്ട് തയ്ക്കുന്നത് പെർഫെക്റ്റ് ആവും. കൈകൊണ്ട് തയ്ക്കും. ബ്രഷ് ചെയ്യാണ്ടിരുന്നിട്ടല്ലേ വെച്ചിട്ടുള്ളത്. കൂടിപ്പോയി ഒരു മണിക്കൂർ, അതായത് എവിടെയെങ്കിലും പോയി ഞാൻ ബ്രഷും പേസ്റ്റും മേടിക്കാൻ പോണ സമയം വരെ അത്രേ. ഞാൻ സിൻസിയറായിട്ട് പറയാം, എല്ലാവരും ഇരുന്നിട്ടില്ല. ഇല്ലില്ല, ഞാൻ ഇരുന്നിട്ടില്ല. ഞാൻ എവിടെ പോയി ലേശം പേസ്റ്റ് മേടിച്ചിട്ട് കൈകൊണ്ട് തയ്ക്കും. എനിക്ക് ആ വായിലെ ടേസ്റ്റ് ഇഷ്ടല്ല കാലത്ത് നിൽക്കുമ്പോഴ്. ശരി, അല്ലെങ്കിൽ പിന്നെ മനസ്സിൽ കിട്ടും എനിക്കും അങ്ങനെ ടേസ്റ്റ് മാറിക്കോളൂ. ഇതൊന്നും ഞാൻ അടിക്കൂല കേട്ടോ. Who are you jealous of?
ഹു ആർ യു ജലസ് ഓഫ്? നിനക്ക് ആരോടാണ് അസൂയ തോന്നിയിട്ടുള്ളത്? എനിക്ക് എന്നോട് തന്നെ ഒരു പണിക്ക് പോവില്ല. ഭയങ്കര എനിക്ക് എന്നോട് തന്നെ ഭയങ്കര അസൂയ സ്നേഹമാണ്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞ പണിക്ക് പോവില്ല, ഒരു പരിപാടിക്ക് പോവില്ല, വെറുതെ വീട്ടിലിരിക്കുന്നു. നല്ല അസൂയ, നല്ല അസൂയ. വെറുതെ എങ്ങനെയൊന്ന് കളയാ ജീവിതം. എനിക്ക് അസൂയ തോന്നിയിട്ടില്ലെന്ന് പറയുന്നത് ലൈക്ക് എനിക്കങ്ങനെ ആളുടെ അസൂയൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് എന്നോട് തന്നെ സത്യം പറഞ്ഞില്ലേ. എന്തിനാ അസൂയപ്പെടേണ്ട ആവശ്യം? ഓരോരുത്തർക്കും ഓരോ തീറ് കിട്ടുന്നു, അല്ലെങ്കിൽ ബ്ലെസ്ഡ് ഓഫ്, അല്ലെങ്കിൽ അസൂയൊന്നുമില്ല. Are you afraid of the future? Yes, of course. I'm afraid of. എനിക്ക് പേടിയില്ല, എനിക്ക് നല്ല പേടിയാണ്. എനിക്കൊരു പേടിയില്ല, എനിക്കൊരു പേടിയില്ല. അതെ. What's your dream career? Pilot. കുറക്കണ്ട. ട്രൂത്തോടെ ഡ്രീം കരിയർ എന്നൊക്കെ ചോദിച്ചാ to become, of course, ഇപ്പോഴത്തെ എന്റെ ഡ്രീം കരിയർ ഈസ് ടു ബിക്കം എ ട്രാവൽ ബ്ലോഗർ. that's it. അതാണ് എന്റെ ഇപ്പോഴത്തെ. നിന്റെ കരിയറേ ഇല്ല. എനിക്ക് അങ്ങനെ സ്വന്തമായിട്ട് കരിയർ ഇല്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കരിയർ ഇല്ലാത്ത എനിക്ക് ഇന്നതാവണം അങ്ങനെ ഒരു ഇതില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും കുറച്ചാളെ കാണുമ്പോ എന്താ അങ്ങനൊക്കെ പറഞ്ഞിട്ട് എന്താവാത്തത്. അതെ, ഒന്നും ആവണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ നീ അല്ലേ പിന്നെ എന്തിനാ ആൾക്കാരൊന്നും ചോദിക്കേണ്ട ആവശ്യം? ചോദിക്കരുത്, അവരുടെ അടിയിട്ട് ചോദിക്കരുത്. അതെ. ലാസ്റ്റ് വാട്സ്ആപ്പ് മെസ്സേജ് യു ഹാവ് സെൻഡ് ടു സംവൺ. ലാസ്റ്റ് വാട്സ്ആപ്പ് മെസ്സേജ് നീ അയച്ച മെസ്സേജ് കാണിച്ചു കൊടുക്കണം. ഞാൻ അയച്ച മെസ്സേജ് അല്ല, അത് ഇപ്പൊ 7:04 ഇട്ടാ ടൈം. അതെ, 7:04. ഈ 7:04 ഞാൻ ആർക്കാണ് മെസ്സേജ്, ഞാൻ ഇപ്പൊ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞോണ്ട് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അത് എന്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്, എടുക്കാൻ പറ്റില്ല. നീ വാട്സാപ്പിൽ കാണിക്കണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് മെസ്സേജ് യു ഹാവ് സെൻഡ് ടു സായിനെ വിളിച്ചതല്ല മെസ്സേജ്, ഞാൻ അയച്ച മെസ്സേജ് വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ദാറ്റ്സ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കമന്റ് ഇട്ടോ, വീഡിയോ കാണാൻ അതിൽ കമന്റ് ഇടുക, വീഡിയോ കാണാന്നുണ്ടെങ്കിൽ. അപ്പോൾ സാലറി പോയാ ചെക്കനെ പാവം. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടു നോക്കിയിട്ട് ഇതിന് സെക്കൻഡ് പാർട്ട് വേണോ വേണ്ടയോ, കുറച്ചും കൂടെ ഡീപ്പ് ആയിട്ടുള്ള ഡെയർ ക്വസ്റ്റ്യൻസ്. ഇതിപ്പോ ഒരു Q&A അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ട്രൂത്ത് ഓർ ഡെയർ, അതിൽ ആകെ ഒരു ഡെയർ നമ്മൾ ചെയ്തോളൂ. കുറച്ചും കൂടി ഈസിലി നമുക്ക് ട്രൂത്ത് സെലക്ട് ചെയ്യാൻ പറ്റാത്ത ഡെയർ വെക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ സെലക്ട് ചെയ്തിട്ട്, ഇതിൽ കുറെ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ സെലക്ട് ചെയ്യാണ്ട് കുറച്ചും കൂടി ഈസി, എന്താ പറയാ, കുറച്ചും കൂടി ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് ഡെയർ ഒക്കെ എടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി ഫണ്ണി ആക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എടുത്ത ചെയ്ത പോലെ ട്രൂത്ത് ഓർ ഡെയർ ഇറ്റ്സ് ലൈക്ക്. അപ്പൊ ഇതേ സെയിം ഡേ തന്നെ നമ്മൾ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും അല്ലേടാ? ദംഷലാറ്റ്സ്. യെസ്, വി ആർ രംഗണ്ണൻ ഫാൻസ്. ആ സാധനം. അപ്പൊ നമ്മൾ ഈ പോയിട്ട് ദംഷലാന്റെ വീഡിയോ എടുക്കട്ടെ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സാധനം. അപ്പൊ പോയിട്ട് വീഡിയോ എടുക്കട്ടെ ഞങ്ങള്. അപ്പൊ ഇനി അടുത്ത വീഡിയോസ് ആയിട്ട് കാണാം. ബൈ, ടാറ്റാ. ഞാൻ വിളിക്കാൻ സായി വിളിച്ചത്